ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാനത്ത് ചെലവ് ചുരുക്കൽ പ്രഖ്യാപിക്കാൻ സാധ്യത. വിവിധ സർക്കാർ വകുപ്പുകളോട് ധനവകുപ്പ് പ്രത്യേക സർക്കുലറിലൂടെ ഇത് ആവശ്യപ്പെടും. അതേസമയം ലോക കേരള സഭ ഉൾപ്പെടെയുള്ള ധൂർത്ത് കുറയ്ക്കാൻ സർക്കാർ തയ്യാറാകാൻ സാധ്യതയില്ല. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം ഓരോ ദിവസവും കടന്നുപോകുന്നത്. എന്തിനും ഏതിനും കടമെടുത്ത മുന്നോട്ടു പോകേണ്ട ഗതികേടിലാണ് ധനവകുപ്പ്. നിലവിലെ കുടിശ്ശികകൾ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിനും പെൻഷനും പണം കണ്ടെത്താൻ ധനവകുപ്പ് നെട്ടോട്ടമോടുകയാണ്. ഈ സാഹചര്യത്തിലാണ് കടുത്ത ചെലവ് ചുരുക്കൽ പ്രഖ്യാപിക്കാൻ ധനവകുപ്പ് ഒരുങ്ങുന്നത്. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണമെന്ന പേരിലാകും ആദ്യഘട്ടത്തിൽ ധനവകുപ്പ് നിർദ്ദേശം നൽകുക. എന്നാൽ പിന്നാലെ എല്ലാ വകുപ്പുകൾക്കും പണം ചെലവഴിക്കുന്നതിന് നിയന്ത്രണം കൊണ്ടുവരും. ഇപ്പോൾ തന്നെ അപ്രഖ്യാപിത നിയന്ത്രണങ്ങൾ വകുപ്പുകൾക്ക് മേൽ നിലനിൽക്കുന്നുണ്ട്. പോലീസിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾക്കുള്ള പണം പോലും ധനവകുപ്പ് വെട്ടിക്കുറച്ചതിന്റെ തെളിവുകൾ ജനം TV പുറത്തുവിട്ടിരുന്നു. ഇതേ അവസ്ഥയാണ് ആരോഗ്യവകുപ്പിൽ ഉൾപ്പെടെ നിലനിൽക്കുന്നത്. ചെലവ് ചുരുക്കൽ കൂടുതൽ കടുപ്പിച്ചാൽ വൻ പ്രതിസന്ധി വകുപ്പുകൾ നേരിടേണ്ടി വന്നേക്കും. അതേസമയം തന്നെ ലോക കേരള സഭ ഉൾപ്പെടെ സർക്കാർ ധൂർത്തിന് ഒരു കുറവും വരാൻ സാധ്യതയില്ല. ലോക കേരള സഭ ജൂണിൽ സംഘടിപ്പിക്കാൻ തന്നെയാണ് സർക്കാർ നീക്കം. ഇതിനൊപ്പം മേഖലാ സമ്മേളനങ്ങളും സംഘടിപ്പിച്ചേക്കും. ആർ രാജീവ്, ജനം, തിരുവനന്തപുരം.